ഖുർആൻ ക്ലാസ്സിലെ ആലു ഇമ്രാനിലെ 121 വാക്യം മുതലാണ് ഇനി നമുക്ക് വായിക്കാനുള്ളത്. ഈ വാക്യങ്ങൾ തുടർന്ന് വരുന്ന കുറേ വാക്യങ്ങളും ഈ അധ്യായത്തിൽ സൂചിപ്പിക്കുന്നത് ഉഹുദ് യുദ്ധത്തിൻ്റെ പശ്ചാത്തലത്തെക്കുറിച്ചാണ് എന്നാണ് വ്യാഖ്യാനങ്ങളിൽ നിന്നും മറ്റു വിശദീകരണങ്ങളിൽ നിന്നും മനസ്സിലാവുന്നത്. ഉഹുദ് യുദ്ധത്തിൻ്റെ ചരിത്രം വാളയേന്തിയ പ്രവാചകൻ എന്ന എൻ്റെ പഴയൊരു പ്രസംഗത്തിൽ ഞാൻ ഹ്രസ്വമായിട്ട് അവതരിപ്പിച്ചിട്ടുണ്ട്. ആ പ്രസംഗത്തിൻ്റെ 3rd പാർട്ടിൽ എൻ്റെ ചാനലിൽ തന്നെ ആ വീഡിയോ നിങ്ങൾക്ക് കാണാം. അതിനകത്ത് ഉഹുദ് യുദ്ധത്തെക്കുറിച്ച് പ്രസംഗ ശൈലിയിൽ ഞാൻ പറയുന്ന ഭാഗങ്ങൾ കേൾക്കാവുന്നതാണ്. എന്തായാലും ഞാൻ അതിൻ്റെ ഒരു ചുരുക്കം ഇവിടെ കൂടി പറയാം. കാരണം ഇനി നമ്മൾ വായിക്കാൻ പോകുന്ന, ചർച്ച ചെയ്യാൻ പോകുന്ന ഖുർആൻ വാക്യങ്ങൾക്കും അതിൻ്റെ പശ്ചാത്തല വിവരണങ്ങൾക്കും ഉഹുദ് യുദ്ധം എന്താണ് എന്ന് സാമാന്യമായി നമ്മൾ അറിഞ്ഞിരിക്കേണ്ടതുണ്ട്. മുഹമ്മദും മുഹമ്മദിൻ്റെ കുട്ടി ദൈവമായ അള്ളാഹുവും അള്ളാഹുവിൻ്റെ മലക്കുകളുമൊക്കെ തോറ്റ് നിക്കറിൽ മുള്ളി കണ്ടം വഴി ഓടിയ രസകരമായ ഒരു സംഭവമാണ്. അങ്ങേയറ്റം പരിഹാസ്യമായ ഒരു അധ്യായമാണ് ഉഹുദ് യുദ്ധം ഇസ്ലാമിൻ്റെ ചരിത്രത്തിൽ. ഉഹുദ് യുദ്ധം ഒരു യുദ്ധമാണ്. യഥാർത്ഥത്തിൽ ഇസ്ലാം ചരിത്രത്തിൽ നടന്ന നിരവധി യുദ്ധങ്ങളുടെ കഥ എടുത്തു നോക്കുകയാണെങ്കിൽ അതിൽ യുദ്ധം എന്ന് പറയാവുന്ന ഒരു യുദ്ധം അത് മാത്രമാണ്. ബാക്കിയുള്ളതൊന്നും യുദ്ധമായിരുന്നില്ല, ഏകപക്ഷീയമായ കൊള്ളകളായിരുന്നു. മുഹമ്മദ് ഇതിനു മുമ്പ് നടത്തിയ 1-2 കൊള്ളകളും 4-5 കൊള്ളശ്രമങ്ങളും അത് മക്കക്കാരായ കച്ചവടക്കാരുടെ നേരെ ആയിരുന്നു. മക്കയിലെ സ്വൈരജീവിതം അസാധ്യമാക്കുന്ന വിധത്തിൽ, അവരുടെ സാമ്പത്തിക സ്ഥിതി തകർക്കുന്ന രീതിയിൽ അവരുടെ കച്ചവട സംഘങ്ങളെ പതിയിരുന്ന് കൊള്ള ചെയ്യുക എന്നതാണ് മുഹമ്മദ് മദീനയിലെത്തി 2ാമത്തെ വർഷം മുതൽ ആരംഭിച്ച കലാപരിപാടി. അങ്ങനെ കുറേ ചെറിയ സംഘങ്ങളെ കൊള്ളയടിച്ചു. പല കൊള്ളകളും പരാജയപ്പെട്ടു. അബൂ സുഫിയാൻ്റെ നേതൃത്വത്തിൽ ഷാമിലേക്ക് പോയ ഒരു വലിയ കച്ചവട സംഘത്തെ കൊള്ളയടിക്കാനായിട്ട് മുഹമ്മദ് അവർ പുറപ്പെട്ടു. പക്ഷെ പോകുമ്പോൾ അവരെ കിട്ടിയില്ല. പിന്നെ അവർ 4 മാസം കഴിഞ്ഞ് തിരിച്ചു വരുമ്പോൾ അവരെ ആക്രമിക്കാൻ പ്ലാൻ ഇട്ടുകൊണ്ട് മുഹമ്മദും മുഹമ്മദിൻ്റെ സംഘവും ആ കച്ചവട സംഘത്തിന് നേരെ കൊള്ള മാത്രം ഉദ്ദേശിച്ചുകൊണ്ട് പുറപ്പെട്ടു പോവുകയും മുഹമ്മദും സംഘവും തങ്ങളെ ആക്രമിക്കാൻ വരുന്നു എന്ന വിവരം അറിഞ്ഞതുകൊണ്ട് തന്നെ കച്ചവട സംഘം വഴിമാറി സഞ്ചരിച്ച് മക്കയിൽ നിന്നും തൽക്കാലം പെട്ടെന്ന് തട്ടിക്കൂട്ടാവുന്ന ഒരു സൈന്യത്തെ തട്ടിക്കൂട്ടിക്കൊണ്ട് കച്ചവട സംഘത്തെ മുഹമ്മദിൻ്റെ അക്രമത്തിൽ നിന്ന് സംരക്ഷിക്കാനായിട്ട് പുറപ്പെടുകയും ആ താൽക്കാലികമായി തട്ടിക്കൂട്ടിയ മക്കക്കാരുടെ സൈനിക സംഘത്തെ മുഹമ്മദും കൂട്ടരും ബദർ എന്ന സ്ഥലത്ത് വെച്ചിട്ട് ആക്രമിച്ച് പരാജയപ്പെടുത്തുകയും അതിൽ മക്കക്കാരായ മുഹമ്മദിൻ്റെ സ്വന്തം ചോരയിൽപ്പെട്ട, സ്വന്തം കുടുംബത്തിലും ഗോത്രത്തിലും പെട്ട 10-70 പേരെ നിർദാക്ഷിണ്യം കൊന്നൊടുക്കുകയും ചെയ്ത സംഭവമാണ് ബദർ യുദ്ധം എന്ന പേരിൽ ഇന്നും മുസ്ലിങ്ങൾ കൊട്ടിപ്പാടിയോണ്ട് നടക്കുന്നത്. അതേ തുടർന്ന് മക്കക്കാർക്ക് പിന്നെ അവിടെ ഇരിക്കപ്പുറതി ഇല്ലാതായി. അവർക്ക് കച്ചവടം നടത്താനും സമാധാനമായിട്ട് ജീവിക്കാനും പറ്റാത്ത ഒരു സാഹചര്യം വന്നു. അപ്പോൾ അവർ തീർത്തും ഡിഫൻസിലായ സമയത്ത്, പ്രതിരോധത്തിലായ സമയത്ത് അവർ മുഹമ്മദിനെയും കൂട്ടരെയും ഒരു പാഠം പഠിപ്പിക്കേണ്ടതുണ്ട് എന്ന് തീരുമാനിക്കുകയും ആ മുഹമ്മദും കൂട്ടരും ബദറിൽ ചെയ്ത ക്രൂരകൃത്യങ്ങൾക്ക് കൃത്യമായും തുല്യമായും ഖിസാസ് നടപ്പിലാക്കി തിരിച്ചു പോകണമെന്ന ഉദ്ദേശത്തോടു കൂടി. ഖിസാസ് എന്ന് പറഞ്ഞാൽ പ്രതിക്രിയ അല്ലെങ്കിൽ പ്രതിക്കൊല. ഇത് ആ കാലത്തെ ഗോത്രങ്ങളിലൊക്കെ നിലവിലുള്ള ഒരു സാമാന്യമായ രീതിയാണ്. ഒരു ഗോത്രത്തിൽ നിന്ന് വേറെ ഏതെങ്കിലും ഒരു കൂട്ടർ 10 ആളെ കൊന്നു കഴിഞ്ഞാൽ തിരിച്ച് മറ്റേ ഗോത്രത്തിലുള്ള 10 ആളെ കൊല്ലുക എന്നുള്ളതായിരുന്നു അന്നത്തെ ഖിസാസ് സമ്പ്രദായം. അങ്ങനെ തുല്യ നഷ്ടം വരുത്തിക്കൊണ്ട് തുല്യ എണ്ണം ആളുകളെ, തുല്യ മൂല്യമുള്ള ആളുകളെ തിരഞ്ഞുപിടിച്ച് കൊല്ലുന്നതിനാണ് ഖിസാസ് എന്ന് പറയുന്നത്. മക്കക്കാർ ബദറിൽ കൊല ചെയ്യപ്പെട്ട അവരുടെ 70 പേരുടെ ജീവന് പകരം വീട്ടാനായിട്ട് മുഹമ്മദിൻ്റെ സംഘത്തിൽപ്പെട്ട 70 പേരെ പകരം കൊന്ന് ഖിസാസ് നടപ്പിലാക്കുക എന്ന ഉദ്ദേശ്യത്തോടെ മാത്രമാണ് ഈ ഉഹുദ് യുദ്ധത്തിനായിട്ട് പുറപ്പെടുന്നത്. മുഹമ്മദിനെ കൊല്ലുക എന്നത് പോലും അവരുടെ അജണ്ടയിൽ ഉണ്ടായിരുന്നില്ല എന്നാണ് ചരിത്രത്തിൻ്റെ വരികൾക്കിടയിൽ നിന്ന് നമുക്ക് മനസ്സിലാവുന്നത്. അതുപോലെ മദീനയെ തകർക്കുക, മുഹമ്മദിൻ്റെ കൂടെയുള്ള ഗോത്രങ്ങളെ തകർക്കുക, അവരുടെ സ്ഥലം, അവരുടെ സ്വത്തുക്കളും പിടിച്ചെടുക്കുക, അവിടുത്തെ അധികാരം പിടിച്ചെടുക്കുക തുടങ്ങിയിട്ടുള്ള ഒരു ഉദ്ദേശവും അവർക്കുണ്ടായിരുന്നില്ല. പകരം
മുഹമ്മദിനെയും സംഘത്തെയും ഒരു പാഠം പഠിപ്പിക്കുന്നതിൻ്റെ ഭാഗമായിട്ട് അന്നത്തെ ഗോത്രമര്യാദയുടെ ഭാഗമായിട്ട് തുല്യ നഷ്ടം വരുത്തുന്ന ഒരു കിസാസ്, ഒരു പ്രതിക്രിയ നടപ്പിലാക്കി പോവുക എന്ന ഉദ്ദേശ്യം മാത്രമേ ആ മക്കക്കാരുടെ സംഘത്തിനുണ്ടായിരുന്നുള്ളൂ. അങ്ങനെ അവർ വലിയൊരു സംഘം. എണ്ണമൊക്കെ പറയുന്നത് ഇസ്ലാമിക ചരിത്രകാരന്മാർ പിന്നീട് നൂറ്റാണ്ടുകൾക്ക് ശേഷം എഴുതി വെച്ച ചരിത്രമായതുകൊണ്ട് തന്നെ വിശ്വസനീയമല്ല. അതിലൊക്കെ ഒരുപാട് കള്ളത്തരങ്ങളും നുണകളും അതിശയോക്തികളും ചേർത്തിട്ടുണ്ട്. അതുകൊണ്ട് തന്നെ ഏത് സംഘത്തിൽ എത്ര പേരുണ്ടായിരുന്നു തുടങ്ങിയ കാര്യങ്ങളിലൊന്നും നമ്മൾ ഈ ചരിത്രത്തെ വിശ്വസിക്കാൻ കൊള്ളില്ല. ഈ ചരിത്രം മുഴുവൻ വായിച്ചാൽ അതിനകത്ത് നിന്ന് മായാജാല കഥകളും കെട്ടുകഥകളും അന്ധവിശ്വാസങ്ങളും അതിശയോക്തികളും മാറ്റി നിർത്തിയാൽ വസ്തുതകൾ കുറച്ചേ ഉള്ളൂ. ആ വസ്തുതകൾ വെച്ചുകൊണ്ട് വരികൾക്കിടയിൽ വായിച്ചിട്ടാണ് നമ്മൾ ഈ കാര്യങ്ങളൊക്കെ മനസ്സിലാക്കുന്നത്. അങ്ങനെ ആ സംഘം പുറപ്പെട്ടു വരുന്നുണ്ട് മുഹമ്മദിനെയും കൂട്ടരെയും ആക്രമിക്കാൻ എന്ന് മുഹമ്മദ് അറിഞ്ഞപ്പോൾ, മുഹമ്മദിന് വിവരം കിട്ടിയപ്പോൾ മുഹമ്മദ് ഓരോരോ പോഴത്തങ്ങളും അബദ്ധങ്ങളും ചെയ്യാൻ തുടങ്ങി. മുഹമ്മദിനെ ബദർ യുദ്ധത്തിൽ സഹായിച്ചത് അള്ളാഹുവും അള്ളാഹുവിൻ്റെ 1000 മലക്കുകളുമാണ് എന്നൊക്കെ ഇതിനു മുമ്പ് പലതവണ മുഹമ്മദിൻ്റെ അള്ളാഹുവും തള്ളിയത് നമ്മൾ വായിച്ചിട്ടുണ്ട്. അങ്ങനെ 1000 മലക്കുകളെയും കൂട്ടി വന്ന് അള്ളാഹു വെട്ടാനും കുത്താനും കൂടി തന്നു. അള്ളാഹുവാണ് കൊന്നത്, നിങ്ങളല്ല. നിങ്ങൾ കുത്തിയപ്പോൾ കുത്തുകൊള്ളിച്ചത് അള്ളാഹുവാണ്, നിങ്ങൾ എറിഞ്ഞപ്പോൾ ഏറുകൊള്ളിച്ചത് അള്ളാഹുവാണ്, അവരുടെ മനസ്സിൽ പേടിയിട്ട് കൊടുത്തത് അള്ളാഹുവാണ്, എന്നിട്ട് വെട്ടാൻ പറഞ്ഞത് അള്ളാഹുവാണ് എന്നൊക്കെ പറയുന്ന കുറേ വഷളത്തരങ്ങൾ ഈ ഖുർആനിലുണ്ട്. ബദർ യുദ്ധത്തിൽ ജയിച്ചു കഴിഞ്ഞപ്പോൾ ആ ജയത്തിൻ്റെ മുഴുവൻ ക്രെഡിറ്റും ഏറ്റെടുത്തുകൊണ്ട് അള്ളാഹു കിടന്ന് തുള്ളുന്നത് ഖുർആനിൽ കാണാം. ആ അള്ളാഹുവിനെ പോക്കറ്റിലിട്ടുകൊണ്ട് എല്ലാ കാര്യങ്ങളും എറിയാനും കുത്താനും വെട്ടാനും ഒക്കെ സഹായിക്കുന്ന, യുദ്ധം ജയിക്കാൻ വേണ്ട എല്ലാ സഹായം ചെയ്യുന്ന, മലക്കുകളെ കൂട്ടി വരുന്ന അള്ളാഹു പോക്കറ്റിലുണ്ടായിട്ടും മുഹമ്മദ് ഉഹുദ് യുദ്ധത്തിൻ്റെ സമയത്ത് മക്കക്കാരെ ആക്രമിക്കാൻ വരുന്നു എന്നറിഞ്ഞപ്പോൾ അള്ളാഹുവിനോടല്ല ആദ്യം കാര്യങ്ങൾ ചർച്ച ചെയ്യാൻ പോയത്, ചോദിക്കാൻ പോയത്. മുഹമ്മദ് ആദ്യത്തെ പോഴത്തം അബദ്ധം ചെയ്തു. മുഹമ്മദ് സ്വന്തം അനുയായികളായ അൻസാറുകളെയും മുഹാജിറുകളെയും ഒക്കെ വിളിച്ചിട്ട്, അവരുടെ നേതാക്കന്മാരെ വിളിച്ചിട്ട് നമ്മളിനി എന്താ ചെയ്യുക എന്ന് ചോദിച്ചു, ചർച്ചയ്ക്ക് വെച്ചു. അപ്പോൾ എന്താ ഉണ്ടായത്? അപ്പോൾ മദീനക്കാരായ അൻസാറുകളിൽപ്പെട്ട ചില ഗോത്ര നേതാക്കന്മാർ പറഞ്ഞു, അവർ വരട്ടെ, നമുക്ക് മദീനയിൽ തന്നെ നിൽക്കാം, ഇവിടെ നമുക്ക് ഒരുങ്ങി നിൽക്കാം, ഇവിടെ വെച്ചിട്ട് നമുക്ക് അവരെ ഏറ്റുമുട്ടാം എന്ന് മദീനക്കാരായ അൻസാറുകളായ ചില നേതാക്കന്മാർ പറഞ്ഞു. വേറെ ചിലർ പറഞ്ഞു, മുഹമ്മദിൻ്റെ കൂടെ ഉണ്ടായിരുന്ന മക്കയിൽ നിന്ന് വന്ന മുഹാജിറുകളും മറ്റും പറഞ്ഞു, അത് വേണ്ട, നമുക്ക് പുറപ്പെട്ടു പോകാം, വഴിയിൽ വെച്ചിട്ട് അവരെ ഏറ്റുമുട്ടാം, അതായിരിക്കും ജയിക്കാൻ നല്ലത് എന്ന് വേറൊരു കൂട്ടർ അഭിപ്രായം പറഞ്ഞു. അങ്ങനെ 2 വ്യത്യസ്തമായ അഭിപ്രായങ്ങളായിട്ട് മുഹമ്മദിൻ്റെ അനുയായികൾ ഭിന്നിച്ചു. മുഹമ്മദിന് പറ്റിയ ആദ്യത്തെ അബദ്ധമാണത്. നിസാര കാര്യങ്ങൾക്ക് വരെ, ഭാര്യമാർക്ക് തുറമുട്ടിയവരെ ആയത്തിറക്കി കൊടുക്കുന്ന അള്ളാഹു മുഹമ്മദിൻ്റെ പോക്കറ്റിലുണ്ട്. ആ അള്ളാഹുവിനോട് എന്താ ചെയ്യേണ്ടതെന്ന് ചോദിച്ചിട്ട് അള്ളാഹു പറഞ്ഞു കൊടുത്തിട്ട് അതനുസരിച്ച് ചെയ്യുകയല്ല മുഹമ്മദ് ചെയ്തത്. മറിച്ച് അൻസാർ നേതാക്കളെയും മുഹാജിർ നേതാക്കളെയൊക്കെ വിളിച്ചിട്ട് ഇനിയിപ്പോൾ നമ്മളെന്താ കാട്ടുക എന്ന്. കാരണം മുഹമ്മദ് ബേജാറായി, ട്രൗസറിൽ മുള്ളി. ആ സമയത്താണ് ഈ അബദ്ധം പറ്റുന്നത്. അങ്ങനെ അഭിപ്രായ വ്യത്യാസങ്ങളുണ്ടായി. മുഹമ്മദ് രണ്ടാമത്തെ അഭിപ്രായം, നമുക്ക് പുറപ്പെട്ടു പോകാം, വഴിയിൽ വെച്ച് ഏറ്റുമുട്ടാം എന്ന അഭിപ്രായത്തിന് കൂടെ നിന്നു. മറ്റവർ അതിൻ്റെ പേരിൽ പിണങ്ങി. അങ്ങനെ 1000 പേരെ ഒരുക്കിയിരുന്ന മുഹമ്മദിൻ്റെ 1000 പേരിൽ നിന്ന് 300 പേര് യുദ്ധത്തിൽ നിന്ന് പിന്മാറി. ഞങ്ങളില്ല, ഞങ്ങളെ അഭിപ്രായം സ്വീകരിക്കാത്തതുകൊണ്ട് ഞങ്ങളില്ല എന്ന് പറഞ്ഞ് വഴിക്ക് വെച്ചിട്ട് പിന്തിരിഞ്ഞു പോന്നു എന്നൊക്കെയാണ് എഴുതി വെച്ചിട്ടുള്ളത്. ബാക്കി 700 പേരെയും കൊണ്ട് മുഹമ്മദും സംഘവും പോയി. മദീനയിൽ നിന്ന് ഏതാനും നാഴിക അപ്പുറത്തുള്ള ഉഹുദ് എന്ന് പറയുന്ന സ്ഥലത്ത്, ഉഹുദ് മല എന്ന് പറയുന്ന മലയുടെ താഴ്വരയിൽ ഇവർ വരുന്ന സൈന്യത്തെ അഭിമുഖീകരിച്ചുകൊണ്ട് നിരന്നു നിന്നു, മക്കക്കാർ വരുന്നതിൻ്റെ നേരെ. അതേ സമയത്ത് ആ മലയുടെ മറുവശത്തുകൂടെ, അതിൻ്റെ ചെരുവിലൂടെ പുറകിൽ നിന്ന് ശത്രുക്കൾ കയറി വരുന്നത് തടയാൻ വേണ്ടി മുഹമ്മദ് കുറച്ച് പേരെ അമ്പും വില്ലുമായിട്ട് ആ മലയുടെ ചെരുവിൽ നിർത്തി. ബാക്കിയുള്ളവരെ മലയുടെ താഴ്വാരത്ത് മുന്നിലും നിർത്തി. അങ്ങനെ യുദ്ധം തുടങ്ങി. മറ്റൊരു വന്ന് യുദ്ധം തുടങ്ങി. യുദ്ധത്തിൻ്റെ ഒരു ഘട്ടം വന്നപ്പോൾ മുഹമ്മദും സംഘവും അമ്പരന്ന് പോയി. അതിന് കാരണം മക്കക്കാർ മുഹമ്മദിൻ്റെയും സംഘത്തിൻ്റെയും എല്ലാ ഞരമ്പ് രോഗവും അവരുടെ എല്ലാ ദൗർബല്യങ്ങളും കൃത്യമായി മനസ്സിലാക്കി ചില തന്ത്രങ്ങൾ പ്രയോഗിച്ചിരുന്നു. അവർ യുദ്ധത്തിന് വരുമ്പോൾ കുറേ പെണ്ണുങ്ങളെ കൂടെ കൊണ്ടുവന്നിട്ടുണ്ട്. പാട്ടുപാടാനും ഡാൻസ് ചെയ്യാനും ചണ്ടമുട്ടാനും ഒക്കെ ആയിട്ട് കുറച്ച് പെണ്ണുങ്ങളെയും കൂടെ കൂട്ടിയിട്ടാണ് മക്കക്കാർ വന്നത്.
ഈ പെണ്ണുങ്ങളെ കണ്ടാൽ ഇവർക്ക് ഞരമ്പ് രോഗം പിടിപെടുമെന്നും ഇവർ സമനില തെറ്റുമെന്നും അവർക്കറിയാം. കാരണം മുഹമ്മദിൻ്റെ കൂടെ കൂടിയിരുന്ന ആളുകളൊക്കെ ആ നിലവാരത്തിലുള്ള ആളുകളായിരുന്നു. ആ നാട്ടിലെ ഏറ്റവും തല്ലിപ്പൊളികളായിട്ടുള്ള തെരുവ് ഗുണ്ടകളായിട്ടുള്ള ആളുകളും പെണ്ണുപിടിയന്മാരും കള്ളുപിടിയന്മാരും ഒക്കെ ആയിട്ടുള്ള ആളുകളുമായിരുന്നു മുഹമ്മദിൻ്റെ കൂടെ ഉണ്ടായിരുന്നത്. അതുകൊണ്ട് തന്നെ അവരെ കബളിപ്പിക്കാൻ കുറച്ച് പെണ്ണുങ്ങളൊക്കെ ഉപയോഗിച്ചാൽ സാധിക്കുമെന്ന് മനസ്സിലാക്കി മക്കക്കാർ പെണ്ണുങ്ങളെയും കൊണ്ടാണ് വന്നിരുന്നത്. അങ്ങനെ യുദ്ധം ഒരു ഘട്ടം കഴിഞ്ഞപ്പോൾ ഈ മലയുടെ പുറകിൽ കാവൽ നിർത്തിയിരുന്ന അമ്പും വില്ലും കൊണ്ട് കാവൽ നിർത്തിയിരുന്ന ആളുകളുടെ മുമ്പിൽ കൂടെ മക്കക്കാരായ പെണ്ണുങ്ങൾ പാദസരങ്ങൾ കിലുക്കിക്കൊണ്ട് തുണി പൊക്കിക്കൊണ്ട് നിലവിളിച്ചുകൊണ്ട് അങ്ങോട്ട് ഓടി. അത് കണ്ടപ്പോൾ അവർ വിചാരിച്ചു, ഓ യുദ്ധം നമ്മൾ ജയിച്ചിരിക്കുന്നു, അവർ തോറ്റിരിക്കുന്നു, അവർ തോറ്റു മണ്ടുകയാണ്, എന്നാൽ പിന്നെ നമുക്ക് ഗനീമത്ത് പിടിക്കാം എന്ന് വിചാരിച്ചുകൊണ്ട് അമ്പും വില്ലൊക്കെ വലിച്ചെറിഞ്ഞിട്ട് ഈ പെണ്ണുങ്ങളെ പിടിക്കാൻ വേണ്ടിയിട്ട് പാഞ്ഞു. ആര്? ഈ മലയുടെ പുറകിൽ കാവൽ നിർത്തിയിരുന്ന മുഹമ്മദിൻ്റെ അനുയായികൾ ഈ പെണ്ണുങ്ങൾ തുണിയും പൊക്കി ഓടുന്നത് കണ്ടപ്പോൾ ഗനീമത്ത് അതാ ഓടുകയെന്നും പറഞ്ഞിട്ട് ആ പെണ്ണുങ്ങളെ പിടിക്കാൻ വേണ്ടിയിട്ട് അവരെ പിന്നാലെ ഓടിപ്പോയി. ആ തക്കം നോക്കിയിട്ട് മക്കക്കാർ മലയുടെ പുറകു വശത്ത് കൂടെ ഇരമ്പി കയറി മുഹമ്മദിൻ്റെ സംഘത്തിലുണ്ടായിരുന്ന ആളുകളെ നോക്കി വെച്ച് എണ്ണിക്കണക്കാക്കി 70 പേരെ വെട്ടിക്കൊന്നതിന് ശേഷം അവർ തിരിച്ചുപോയി. അവരവരുടെ കൃത്യമായ ഖിസാസ് നടപ്പിലാക്കി 70 പേരെ മക്കക്കാരിൽ നിന്ന് 70 പേരെ ബദറിൽ കൊന്നതിന് പകരം കൃത്യം 70 പേരെ 1, 2 എന്ന് എണ്ണി കൊന്ന് 70 തീർത്ത് അവർ പിന്നെ ഒന്നും നോക്കാതെ അവരുടെ കർമ്മം നിർവഹിച്ച് തിരിച്ചു പോവുകയാണ് ചെയ്തത്. മുഹമ്മദ് മരിച്ചു എന്ന് പോലും ഉറപ്പുവരുത്താൻ അവർ കാത്തുനിന്നില്ല. മുഹമ്മദിനെ കൊല്ലണമെന്ന ഉദ്ദേശം പോലും അവർക്കുണ്ടായിരുന്നില്ല. 70 പേരെ കൊന്ന് ഖിസാസ് നടപ്പിലാക്കുക എന്ന ഉദ്ദേശം മാത്രമേ അവർക്കുണ്ടായിരുന്നുള്ളൂ. മദീന പിടിച്ചടക്കണമെന്നോ മുഹമ്മദിൻ്റെ കൂടെയുള്ളവരെ മുഴുവൻ തകർക്കണമെന്നോ ആ രാജ്യം പിടിച്ചടക്കണമെന്നോ അവരുടെ സ്വത്തുക്കൾ പിടിച്ചടക്കണമെന്നോ അധികാരം പിടിക്കണമെന്നോ ഒന്നുമുള്ള ഉദ്ദേശം മക്കക്കാർക്കുണ്ടായിരുന്നില്ല. അവർക്ക് ഖിസാസ് നടപ്പിലാക്കുക എന്ന ഉദ്ദേശം മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ. അതുകൊണ്ട് മരിച്ചു വീണവരുടെ പടയങ്കിയും കുപ്പായവും അണ്ടർവെയർ ഊരാനോ അവരുടെ വാളും കുന്തവും പെറുക്കാനോ ഒന്നും നിന്നില്ല. മദീനയിലേക്ക് മാർച്ച് ചെയ്യാൻ നിന്നില്ല. മുഹമ്മദ് മരിച്ചോ എന്ന് ഉറപ്പുവരുത്താൻ നിന്നില്ല. അവർ അവരുടെ കർമ്മം നിർവഹിച്ച് തിരിച്ചു പോവുകയാണ് ചെയ്തത്. ഇതാണ് ഉഹുദ് യുദ്ധത്തിൽ സംഭവിച്ചത്. മുഹമ്മദ് മലയുടെ പുറകിലേക്ക് ഓടി രക്ഷപ്പെടാൻ ശ്രമിച്ചു. മുഹമ്മദിൻ്റെ പല്ല് പൊട്ടി, ചുണ്ട് പൊട്ടി, ബോധം കെട്ടു, മൂക്കുകുത്തി വീണു എന്നൊക്കെ പറയുന്നുണ്ട്. എന്നിട്ടും മുഹമ്മദിൻ്റെ ജീവൻ രക്ഷിച്ചത് ജിബ്രീലും മീക്കായിലും കൂടെ മുഹമ്മദിൻ്റെ ഇടം വലം നിന്ന് പൊരുതിയത് കൊണ്ടാണ് എന്ന് പറയുന്നുണ്ട്. അതുകൂടാതെ അള്ളാഹു 5000 മലക്കുകളെയും കൊണ്ട് സഹായിക്കാൻ വന്ന 5000 മലക്കുകളെയും കൊണ്ട് സഹായിക്കാൻ വന്നു എന്നൊക്കെ ഈ അധ്യായത്തിൽ നമ്മൾ വായിക്കാൻ പോകുന്നുണ്ട്. ഈ 5000 മലക്കുകളെയും കൊണ്ട് സഹായിക്കാൻ വന്ന അള്ളാഹുവും മലക്കുകളും രംഗം പന്തിയല്ല എന്ന് കണ്ടതോടുകൂടി ആ പെണ്ണുങ്ങൾ ഓടുന്നതിന് മുമ്പ് തന്നെ കണ്ടം വഴി ഓടി സ്ഥലം വിട്ടു. അള്ളാഹു ഇല്ല, ജിബ്രീലും ഇല്ല, മലക്കും ഇല്ല. ഈ 5000 മലക്കുകളും കൊണ്ട് അള്ളാഹു ആദ്യമേ ടൗസർ കയറി സ്ഥലം വിട്ടു, കണ്ടം വഴി ഓടി. അങ്ങനെ മുഹമ്മദിനെ രക്ഷിക്കാൻ പിന്നെ ജിബ്രീലും മീക്കായിലും അവിടെ ബാക്കിയുണ്ടായിരുന്നു എന്നൊക്കെയാണ് കഥ. ഏതായാലും ഈ രണ്ട് മലക്കുകളും രക്ഷിച്ചിട്ടും ഒരുപാട് സഹാബികൾ ഷഹീദായിട്ടും മുഹമ്മദിൻ്റെ പല്ല് പോയി, ചുണ്ടുപൊട്ടി, ചോരൊലിച്ചു എന്നൊക്കെ പറയുന്ന കഥ വേറെയുണ്ട്. അങ്ങനെ ഒരുപാട് കോമഡികൾ നിറഞ്ഞ ഇസ്ലാമിൻ്റെ ചരിത്രത്തിൽ ഏറ്റവും പരിഹാസ്യമായ ഒരു അധ്യായമാണ് ഈ ഉഹുദ് യുദ്ധം എന്ന് പറയുന്ന യുദ്ധം. അങ്ങനെ അന്ന് കണ്ടം വഴി ഓടിയ അള്ളയും മലക്കുകളും പിന്നെ കുറേ കാലങ്ങൾക്ക് ശേഷം കാര്യങ്ങളൊക്കെ പിന്നെയും പുനരുജ്ജീവിക്കാനുള്ള സാഹചര്യം വന്നപ്പോൾ പതുക്കെ തലയും പൊക്കി വന്നിട്ട് യുദ്ധം തോറ്റതിന് ഈ മുഹമ്മദിൻ്റെ അനുയായികളെ കുറ്റം പറയുന്ന അങ്ങേയറ്റം പരിഹാസ്യമായ ചിത്രമാണ് നമ്മൾ ഇനി ഖുർആനിൽ ഈ അധ്യായത്തിലും വേറെ ചില അധ്യായങ്ങളിലും വായിക്കാൻ പോകുന്നത്. ഞാൻ 121 മുതലുള്ള ഏതാനും വാക്യങ്ങൾ വായിച്ച ശേഷം ബാക്കി കാര്യങ്ങൾ പറയാം. 121 വിശ്വാസികൾക്ക് യുദ്ധത്തിനുള്ള താവളങ്ങൾ സൗകര്യപ്പെടുത്തി കൊടുക്കുവാനായി നീ സ്വന്തം കുടുംബത്തിൽ നിന്ന് കാലുകുത്തി പുറപ്പെട്ടു പോയ സന്ദർഭം ഓർക്കുക. അള്ളാഹു എല്ലാം കേൾക്കുന്നവനും അറിയുന്നവനുമാകുന്നു. ഈ ഉഹുദ് യുദ്ധത്തിന് മുഹമ്മദ് പുറപ്പെട്ട സന്ദർഭം ഓർക്കാനാണ് പറയുന്നത്. എന്തിനാണത് ഓർക്കുന്നത് എന്നുള്ളത് ഇനി തുടർന്ന് പറയുന്ന ഞൊണ്ടിന്യായങ്ങളിൽ നിന്ന് നമുക്ക് വായിച്ച് ചിരിക്കാം.
അള്ളാഹു എല്ലാം കാണുന്നവനും അറിയുന്നവനുമാണ്. അള്ളാഹു ഒന്നും കാണാനും അറിയാനും നിന്നിട്ടില്ല. അള്ളാഹു ആദ്യം തന്നെ മലക്കളെയും കൂട്ടി തടിയെടുക്കുകയാണ് ചെയ്തത്. 122 നിങ്ങളിൽപ്പെട്ട 2 വിഭാഗങ്ങൾ ഭീരുത്വം കാണിക്കാൻ ഭാവിച്ച സന്ദർഭം. എന്നാൽ അള്ളാഹു ആകുന്നു ആ 2 വിഭാഗത്തിൻ്റെയും രക്ഷാധികാരി. അള്ളാഹുവിൻ്റെ മേലാണ് വിശ്വാസികൾ ഭരമേൽപ്പിക്കേണ്ടത്. ഈ 2 വിഭാഗത്തിൽ ഭീരുത്വം കാണിക്കാൻ ഭാവിച്ചു എന്ന് പറയുന്നത്, ആദ്യം മുഹാജിറുകളും അൻസാറുകളും ഭിന്നിച്ച സമയത്ത് അൻസാറുകളിൽപ്പെട്ട കുറേ ആളുകൾ പിന്തിരിഞ്ഞു പോയി എന്ന് ഞാൻ പറഞ്ഞല്ലോ. 300 പേര് പിന്തിരിഞ്ഞു പോയി എന്നാണ് ചരിത്രത്തിലുള്ളത്. ആ കൂട്ടത്തിൽ വേറെയും കുറേ പേര് പിന്തിരിഞ്ഞ് പോവാൻ ശ്രമിച്ചിരുന്നു, വേറെ ചില കുടുംബക്കാർ. പക്ഷേ അവരെ പിന്നീട് മനസ്സ് മാറി മുഹമ്മദിൻ്റെ കൂടെ തന്നെ നിന്നു എന്നാണ്. അവരെക്കുറിച്ചാണ് പോലും പിന്തിരിയാൻ ഭാവിച്ചിരുന്നു. പക്ഷേ അള്ളാഹു ആ 2 വിഭാഗത്തിൻ്റെയും രക്ഷാധികാരികളാണ് എന്ന് മനസ്സിലാക്കി അവർ അള്ളാഹുവിൽ വിശ്വസിച്ചുകൊണ്ട് അവർ അവിടെ തന്നെ നിന്നു എന്ന് പറയുന്നുണ്ട്. ആ നിന്നവരൊക്കെ പിന്നെ മരിച്ചോ ഇല്ല എന്നുള്ളത് അറിയില്ല. എന്തായാലും അവരെക്കുറിച്ചാണ് ഈ പറഞ്ഞത്. അള്ളാഹുവിൻ്റെ മേലാണ് വിശ്വാസികൾ ഭരമേൽപ്പിക്കേണ്ടത്. അള്ളാഹുവിൻ്റെ മേൽ ഭരമേൽപ്പിച്ചതിൻ്റെ ഫലമാണ് ഉഹുദ് യുദ്ധത്തിൽ ഇതുപോലെ പരാജയം ഏൽക്കേണ്ടി വന്നതും. കാരണം അള്ളാഹു മലക്കുകൾ ആദ്യം തന്നെ പറ്റിച്ച് മണ്ടി. ഇനി ഉഹുദിൽ തോറ്റതിന് അള്ളാഹു ഞൊണ്ടിന്യായങ്ങൾ പറഞ്ഞു തുടങ്ങുകയാണ്. 123 നിങ്ങൾ ദുർബലരായിരിക്കെ ബദറിൽ വെച്ച് അള്ളാഹു നിങ്ങളെ സഹായിച്ചിട്ടുണ്ട്. അതിനാൽ നിങ്ങൾ അള്ളാഹുവെ സൂക്ഷിക്കുക, നിങ്ങൾ നന്ദിയുള്ളവരായേക്കാം. അപ്പോൾ എവിടെ നിൻ്റെ അള്ളാഹു, എവിടെ നിൻ്റെ മലക്കുകൾ നമ്മളെ പറ്റിച്ചില്ലേ എന്ന് പറഞ്ഞുകൊണ്ട് ഈ ഉഹുദ് യുദ്ധത്തിന് ശേഷം സ്വന്തം അനുയായികൾക്കിടയിൽ വലിയ ആശയക്കുഴപ്പമുണ്ടാവുകയും അവർ മുഹമ്മദിനെ ചീത്ത വിളിക്കുകയും ഒക്കെ ചെയ്തിട്ടുണ്ട്. ആ സന്ദർഭത്തിൽ പതുക്കെ അള്ളാഹു മുങ്ങിയിടത്ത് നിന്ന് ഇങ്ങനെ എണീറ്റ് വന്നിട്ട് ഞൊണ്ടി ന്യായങ്ങൾ പറഞ്ഞിട്ട് വീണ്ടും അവരെ സംഘടിപ്പിക്കാൻ ശ്രമിക്കുകയാണ്. നിങ്ങൾ ദുർബലരായ സമയത്ത് ഞാൻ നിങ്ങളെ ബദറിൽ സഹായിച്ചിട്ടില്ലേ, അതുപോലെ നിങ്ങൾക്ക് എന്നൊക്കെ പറഞ്ഞിട്ട് അതിനുള്ള നന്ദികൾ കാണിക്കണം എന്നൊക്കെ പറഞ്ഞിട്ട് ഉഹുദിൽ തടിയെടുത്ത അള്ളാഹു ഒരു ഉളുപ്പുമില്ലാതെ ന്യായീകരിക്കാൻ വരുന്ന കാഴ്ചയാണ് നമ്മളിവിടെ കാണുന്നത്. 124 നിങ്ങളുടെ രക്ഷിതാവ് 3000 മലക്കുകളെ ഇറക്കിക്കൊണ്ട് നിങ്ങളെ സഹായിക്കുക എന്നത് നിങ്ങൾക്ക് മതിയാവുകയില്ലേ എന്ന് നീ വിശ്വാസികളോട് പറഞ്ഞിരുന്ന സന്ദർഭം. അതെ, നിങ്ങൾ ക്ഷമിക്കുകയും സൂക്ഷ്മത പാലിക്കുകയും നിങ്ങളുടെ അടുക്കൽ ശത്രുക്കൾ ഈ നിമിഷത്തിൽ തന്നെ വന്നെത്തുകയുമാണെങ്കിൽ നിങ്ങളുടെ രക്ഷിതാവ് പ്രത്യേക അടയാളമുള്ള 5000 മലക്കുകൾ മുഖേന നിങ്ങളെ സഹായിക്കുന്നതാണ്. ഇവിടെ 3000 പോരെ നിങ്ങൾക്ക് എന്ന് ചോദിച്ചപ്പോൾ അത് മതി നിങ്ങൾ പറഞ്ഞിട്ട് നിങ്ങൾക്ക് 5000 പേരെ ഇറക്കിത്തരാമെന്ന് പറഞ്ഞു എന്നൊക്കെ പറഞ്ഞിട്ട്, ഇതൊക്കെ മുഹമ്മദ് ഉഹുദ് യുദ്ധത്തിന് പോകുന്ന സമയത്ത് അനുയായികളെ വിശ്വസിപ്പിക്കാൻ വേണ്ടി പറഞ്ഞ ബഡായികളാണ്. 5000 പേരെ അള്ളാഹു കൊണ്ടുവരും, മലക്കുകളെ 3000 മലക്കുകളെ കൊണ്ടുവരും എന്നൊക്കെ പറഞ്ഞ് അവരെ പറ്റിക്കാൻ ശ്രമിച്ചതാണ്. അതൊക്കെ പിന്നെയും എടുത്ത് ഉദ്ധരിക്കുകയാണ്. എവിടെയായിരുന്നു ഈ 3000 5000 മലക്കുകൾ ഉഹുദ് യുദ്ധത്തിൽ? അവരൊക്കെ മക്കാരെ കണ്ട്, മക്കാരാകെ 3000 പേരെ ഉണ്ടായിരുന്നുള്ളൂ എന്നാണ് ഇവരെന്നെ പറയുന്നത്. ഈ 3000 പേരെ കണ്ടിട്ട് പേടിച്ചിട്ട് 5000 മലക്കുകളും അള്ളയും കൂടെ തടിയെടുത്തു എന്നുള്ളതാണ് ഉഹുദ് യുദ്ധത്തിൽ നമ്മൾ കാണുന്നത്. എന്നാൽ ഇതിൻ്റെ വ്യാഖ്യാതാക്കൾ ഇവിടെ ഈ പറഞ്ഞ 3000 5000 മലക്കുകളുടെ കാര്യം പറഞ്ഞതൊന്നും ഉഹുദ് യുദ്ധത്തിലല്ല എന്നും അതൊക്കെ ബദർ യുദ്ധത്തിലെ കഥയാണ്, അതല്ല അതായത് കന്തക്ക് യുദ്ധത്തിലെ കഥയാണ് എന്നൊക്കെ പറഞ്ഞ് ഉരുളുന്ന കാഴ്ച നമുക്ക് കാണാം. കാരണം ഉഹുദ് യുദ്ധത്തിൽ ഈ 5000 മലക്കുകളും അള്ളി ഉണ്ടായിരുന്നെങ്കിൽ പിന്നെ ഇജാതി തോൽവി തോറ്റാൽ അത് അള്ളാഹ്ക്കും മലക്കുകൾക്കും ക്ഷീണമല്ലേ. അതുകൊണ്ട് ഇത് കഥ മാറ്റി എഴുതാനുള്ള ശ്രമത്തിൻ്റെ ഭാഗമായി കുറേ മുഫസ്സിറുകൾ ഇത് ഉഹുദ് യുദ്ധത്തിൽ പറഞ്ഞതല്ല, ഇത് മറ്റേ കഥയാണ് എന്നൊക്കെ പറയാൻ ശ്രമിച്ചിട്ടുണ്ട്. പക്ഷേ ചില മുഫസ്സിറുകൾ ഇത് ഉഹുദ് യുദ്ധത്തിൽ തന്നെ പറഞ്ഞതാണ് എന്ന് സമ്മതിക്കുന്നുമുണ്ട്. 126 നിങ്ങൾക്കൊരു സന്തോഷ വാർത്തയായിക്കൊണ്ടും നിങ്ങളുടെ മനസ്സുകൾ സമാധാനപ്പെടുവാൻ വേണ്ടിയും മാത്രമാണ് അള്ളാഹു പിൻബലം നൽകിയത്. സഹായം പ്രതാപിയും യുക്തിമാനുമായ അള്ളാഹുവിങ്കിൽ നിന്ന് മാത്രമാകുന്നു. അപ്പോൾ അള്ളാഹു സഹായം നൽകി, പക്ഷേ അതിന് അള്ളാഹുവിന് ചില ഉദ്ദേശങ്ങളുണ്ടായിരുന്നു. ആ ഉദ്ദേശങ്ങൾ നിങ്ങൾ പാലിക്കാതെ നിങ്ങൾ തോന്നിയാസം കാണിച്ചതുകൊണ്ടാണ്, നിങ്ങൾ അച്ചടക്കം ലംഘിച്ചതുകൊണ്ടാണ് നിങ്ങൾ തോറ്റത് എന്നൊക്കെ പറഞ്ഞുകൊണ്ട് തോറ്റതിന് ഞൊണ്ടി ന്യായം ഇറക്കാനുള്ള ശ്രമമാണ് ഇത്. കാഫിറുകളെ തോൽപ്പിക്കാനും നിന്ദിക്കാനും തന്നെയാണ് ഞാൻ മലക്കുകളെയും കൂട്ടി വന്നിരുന്നത്. പക്ഷേ നിങ്ങൾ നിങ്ങളുടെ റസൂലിനെ വേണ്ട മാതിരി അനുസരിച്ചില്ല എന്നൊക്കെ പറഞ്ഞിട്ട് പിന്നീട് കുറ്റം പറയുകയാണ്. ഇവിടെ ഞരമ്പ് രോഗികളായ അനുയായികൾ പെണ്ണുങ്ങൾ ഓടുന്നത് കണ്ടപ്പോൾ, തുണിയും പൊക്കി ഓടുന്നത് കണ്ടപ്പോൾ യുദ്ധവും അള്ളയും മലക്കും ഒക്കെ മറന്ന് അമ്പും വില്ലൊക്കെ വലിച്ചെറിഞ്ഞിട്ട് ഈ ഗനീമത്ത് എന്ന് പറഞ്ഞാൽ പെണ്ണുങ്ങളെ പിടിക്കാൻ ഓടിയതാണ് തോൽക്കാൻ കാരണമായത്. അത് മക്കാർ
വളരെ സൂത്രത്തിൽ ഒപ്പിച്ച ഒരു വേലയായിരുന്നു. കാരണം ഇവരെന്താണ് സാധനമെന്ന് മക്കക്കാർക്ക് അറിയാമായിരുന്നു. എന്ന് മാത്രമല്ല, ഇവിടെയും മുഹമ്മദിൻ്റെ മറ്റൊരു പിടിപ്പുകേട് ഈ പരാജയത്തിന് കാരണമാകുന്നുണ്ട്. ബദർ യുദ്ധത്തിൻ്റെ കഥ പറഞ്ഞപ്പോൾ ഞാനത് പറഞ്ഞു. ബദർ യുദ്ധത്തിൽ മുഹമ്മദ് ഇറങ്ങുന്ന സമയത്ത് പട്ടാളക്കാരോട് പറഞ്ഞത് കിട്ടിയവർക്ക് മുതൽ എന്നാണ്. പക്ഷേ മുതൽ വാരിക്കൂട്ടി കൊണ്ടുവന്ന സമയത്ത് മുഹമ്മദ് കാല് മാറി. മുഹമ്മദ് അത് ഏറ്റെടുത്തിട്ട് അള്ളാൻ്റെ പേരിൽ ഊരി വെച്ച് കൊടുക്കുകയാണ് ചെയ്തത്. അപ്പോൾ അവിടെ മുഹമ്മദ് അവരെ ചതിച്ചു. എന്ന് മാത്രമല്ല, കിട്ടിയവർക്ക് എന്ന് പറഞ്ഞ് കൂട്ടി ഊരിയേക്കാൻ വേണ്ടി കൂട്ടി വെച്ച മുതലിൽ നിന്ന് മുഹമ്മദ് തന്നെ മോഷ്ടിക്കുകയും ചെയ്തു. അങ്ങനെ ഒരു ആരോപണവും മുഹമ്മദിൻ്റെ നേരെ വന്നിട്ടുണ്ട്. വസ്ത്രങ്ങളൊക്കെ മോഷ്ടിച്ചു എന്ന് പറയുന്നത്. അപ്പം മുഹമ്മദ് മോഷ്ടിക്കുമെന്നും മുഹമ്മദ് ചതിക്കുമെന്നും നമുക്ക് ഗനീമത്ത് ഇപ്പോൾ പെറുക്കിയില്ലെങ്കിൽ പിന്നെ കിട്ടൂല എന്നും മനസ്സിലാക്കിയ അനുയായികൾ യുദ്ധം ജയിച്ചു എന്നൊരു ധാരണ വന്ന സമയത്ത് ഗനീമത്ത് പെറുക്കാൻ വേണ്ടിയിട്ട് ആക്രാന്തം കാണിച്ചു. ആക്രാന്തം കാണിക്കാനുള്ള കാരണം എന്താണ്? ഇല്ലെങ്കിൽ നമുക്ക് കിട്ടൂല, മുഹമ്മദ് നമ്മളെ ചതിക്കും, മുഹമ്മദ് തന്നെ മോഷ്ടിക്കും എന്ന് മുൻ അനുഭവം ഉള്ളത് കൊണ്ട് അവർ ഗനീമത്തിന് ആക്രാന്തം കാണിച്ചു. പ്രത്യേകിച്ച് പെണ്ണുങ്ങളെ പിടിക്കാൻ ആക്രാന്തം കാണിച്ചു. അതാണ് മക്കക്കാർ ഇവർക്ക് നേരെ പ്രയോഗിച്ച തന്ത്രം. ആ തന്ത്രത്തിൽ ഇവർ വീണുപോയി. ആ സമയത്ത് മക്കക്കാർ കൃത്യമായിട്ട് കയറി 70 ആളെ എണ്ണി കണക്കാക്കി കൊന്നിട്ട് അവർ ഗനീമത്തും കുന്തമൊന്നും വാരിക്കൂട്ടാതെ തിരിച്ചുപോയി. ഇവിടെ നിങ്ങൾ ആലോചിച്ച് നോക്കുക, ആരാണ് മര്യാദയും മാന്യതയും നന്മയും ധാർമ്മികതയും ഉള്ള മനുഷ്യരായി ആ കാലത്ത് ജീവിച്ചിരുന്നത്? മക്കക്കാരാണോ അതോ ഈ മുഹമ്മദിൻ്റെ കൂടെ കൂടിയിരുന്ന ആളുകളാണോ എന്നുള്ളത്? ആ ഗോത്രമര്യാദ പാലിച്ചുകൊണ്ട് അതിനപ്പുറം ഒന്നും ചെയ്യാതെ ഒരു വൃത്തികേടും ചെയ്യാതെ തിരിച്ചുപോയി അവരെന്ന് പറഞ്ഞാൽ അവരെത്ര മാന്യന്മാരായിരുന്നു, എത്ര നല്ല മനുഷ്യരായിരുന്നു എന്ന് ആലോചിച്ച് നോക്കൂ. യഥാർത്ഥത്തിൽ ഈ ഉഹുദ് യുദ്ധത്തിന് ശേഷം ബാക്കിയുള്ള ചരിത്രങ്ങൾ നമ്മൾ വായിച്ചു നോക്കിയാൽ ഈ മനുഷ്യരാശിയുടെ മേൽ മുഹമ്മദ് എന്ന ഈ ദുരന്തനും ഇസ്ലാം എന്ന ഈ ദുരന്തവും വന്ന് പതിക്കാനുള്ള യഥാർത്ഥ കാരണം എന്ന് പറയുന്നത് ആ മക്കക്കാരായ മനുഷ്യരുടെ നന്മയാണ്. ആ മനുഷ്യർ നല്ലവരായതുകൊണ്ട് ആ നന്മയെ മുതലെടുത്തുകൊണ്ടാണ് ഇസ്ലാം എന്ന ഈ ദുരന്തം മനുഷ്യരാശിയുടെ തലയിൽ വന്ന് വീണത്. ഉൽക്ക വന്ന് വീണ് ദിനോസറുകൾ നശിച്ചതുപോലെ മനുഷ്യൻ്റെ സംസ്കാരം നശിക്കുന്ന ഈ ഒരു ദുരന്ത ഉൽക്കയായിട്ട് മനുഷ്യരാശിയുടെ തലയിൽ ഇസ്ലാം എന്ന ഈ ദുരന്തം വന്ന് വീഴാൻ കാരണമായത് മക്കക്കാരായ ആ മനുഷ്യരുടെ മനുഷ്യത്വവും നന്മയും മര്യാദയുമായിരുന്നു എന്നാണ് ഈ ചരിത്രം വായിച്ചപ്പോൾ എനിക്ക് മനസ്സിലായത്. 127 കാഫറുകളിൽ നിന്ന് ഒരു വിഭാഗത്തെ ഉന്മൂലനം ചെയ്യുകയോ അല്ലെങ്കിൽ അവരെ കീഴൊതുക്കിയിട്ട് അവർ നിരാശരായി പിന്തിരിഞ്ഞു ഓടുകയോ ചെയ്യാൻ വേണ്ടി അത്രയത്. കാഫ്രീങ്ങളെ തോൽപ്പിക്കാനും നിരാശപ്പെടുത്താനും വേണ്ടിയാണ് അള്ള മലക്കളെയും കൂട്ടി വന്നിരുന്നത് എന്നർത്ഥം. പക്ഷേ അള്ള മലക്കളെയും കൂട്ടി കണ്ടം വഴി ഓടാൻ കാരണം ഇനി പറയാൻ പോകുന്ന കുറ്റങ്ങളാണ്. ഈ മുഹമ്മദിൻ്റെ അനുയായികൾ ചെയ്ത അനുസരണക്കേടും കുറ്റങ്ങളുമാണ് മൂപ്പരും മണ്ടിപ്പോവാൻ കാരണം എന്ന് പറയാൻ വേണ്ടിയിട്ടുള്ള ഒരുക്കങ്ങളാണ് ഈ ഞൊണ്ടി ന്യായങ്ങളൊക്കെ. 128 കാര്യത്തിൻ്റെ തീരുമാനത്തിൽ നിനക്ക് യാതൊരു അവകാശവുമില്ല. അവൻ ഒന്നുകിൽ അവരുടെ പശ്ചാത്താപം സ്വീകരിച്ചേക്കാം, അല്ലെങ്കിൽ അവൻ അവരെ ശിക്ഷിച്ചേക്കാം. തീർച്ചയായും അവർ അക്രമികളാകുന്നു. ഇത് വേറെ ഒരു സന്ദർഭവുമായി ബന്ധപ്പെട്ട് പറഞ്ഞതാണെന്നാണ് വ്യാഖ്യാനങ്ങളിൽ പറയുന്നത്. ഒരു സന്ദർഭമല്ല, പല സന്ദർഭങ്ങളും പറയുന്നുണ്ട്. കാര്യത്തിൻ്റെ തീരുമാനത്തിൽ നിനക്ക് യാതൊരു അവകാശവുമില്ല. അവൻ ഒന്നുകിൽ അവരുടെ പശ്ചാത്താപം സ്വീകരിച്ചേക്കാം, അല്ലെങ്കിൽ അവൻ അവരെ ശിക്ഷിച്ചേക്കാം. തീർച്ചയായും അവർ അക്രമികളാകുന്നു. അപ്പോൾ മുഹമ്മദ് എന്തോ അക്രമികൾക്ക് വേണ്ടി ആവശ്യപ്പെടുകയോ പ്രാർത്ഥിക്കുകയോ ചെയ്തിട്ടുണ്ട്. അതിന് അള്ളാഹു മുഹമ്മദിനെ കുറ്റപ്പെടുത്തുന്നതായിട്ടും അതൊക്കെ അള്ളാഹിൻ്റെ അധികാരത്തിൽപ്പെട്ടതാണ്, ഈ ഇടപെടണ്ട എന്ന് പറഞ്ഞ് ചീത്ത പറയുന്നതായിട്ടുമാണ് ഈ വാക്യത്തിലെ കാര്യങ്ങൾ വരുന്നത്. അപ്പോൾ അതെന്താണ് സന്ദർഭം? അതിൻ്റെ സന്ദർഭമായിട്ട് വ്യാഖ്യാന ഗ്രന്ഥങ്ങളിൽ 2-3 കാര്യങ്ങൾ പറയുന്നുണ്ട്. ഒന്ന്, ഉഹുദ് യുദ്ധം നടക്കുന്ന സമയത്ത് മുഹമ്മദിൻ്റെ പല്ല് പൊട്ടി, ചുണ്ട് പൊട്ടി, മുഹമ്മദ് അവിടെ ബോധം കെട്ട് വീഴാനൊക്കെ ആയ സമയത്ത് മുഹമ്മദിനും കെട്ട് ദേഷ്യം പിടിച്ചിട്ട് മുഹമ്മദിനെ ആകെപ്പാടെ സമനില തെറ്റിയിട്ട് മുഹമ്മദ് അവിടെ നിന്നുകൊണ്ട് എന്തൊക്കെയോ പിറുപിറുത്ത് നിലവിളിച്ചു. ഒരു ദൈവദൂതനെ ഈ കോലത്തിലാക്കിയാൽ പിന്നെ ആ ജനത എങ്ങനെ വിജയിക്കുന്നു എന്നൊക്കെ പറഞ്ഞിട്ട് മുഹമ്മദ് അവിടുന്ന് എന്തൊക്കെയോ പിറുപിറുത്ത് കൂടെ ഉണ്ടായിരുന്നവരെയും എതിരാളികളെയും ഒക്കെ പേരെടുത്ത് പറഞ്ഞുകൊണ്ട് ശപിക്കുകയോ ചീത്ത വിളിക്കുകയോ ഒക്കെ ചെയ്തു, നിലവിളിച്ചു എന്നൊക്കെയാണ് പറയുന്നത്.
അത് കഴിഞ്ഞ് പിന്നെ കുറച്ച് കഴിഞ്ഞപ്പോൾ മുഹമ്മദിന് തന്നെ ഈ ചെയ്തതൊന്നും ശരിയായില്ല, ഇനിയും മുന്നോട്ട് പോകണമെങ്കിൽ സ്വന്തം കൂടെയുള്ള ആളുകളൊക്കെ കൂടെ നിൽക്കേണ്ടതുണ്ട്, അവരെങ്ങനെ കുറ്റം പറഞ്ഞാൽ ശരിയാവില്ല എന്ന് തോന്നിയപ്പോൾ മുഹമ്മദ് തന്നെ അള്ളാഹുവിൻ്റെ വേഷം കെട്ടി വന്നിട്ട് അതിൽ മുഹമ്മദിനെ കുറ്റപ്പെടുത്തുന്നതായിട്ട് പറഞ്ഞതാണ്. കാര്യത്തിൻ്റെ തീരുമാനത്തിൽ നിനക്ക് യാതൊരു അവകാശവുമില്ല, ഒന്നുകിൽ അവരുടെ പശ്ചാത്താപം സ്വീകരിച്ചേക്കും, അല്ലെങ്കിൽ അവൻ അവരെ ശിക്ഷിച്ചേക്കും. അപ്പോൾ മുഹമ്മദിൻ്റെ കൂടെ ഉണ്ടായിരുന്നവർ മുഹമ്മദിനെ ചതിച്ചു എന്ന മട്ടിലോ, അതല്ലെങ്കിൽ മുഹമ്മദിൻ്റെ കൂടെ വരാൻ ഇരുന്ന കുറേ പേര് പിന്തിരിഞ്ഞു പോയി എന്നതിൻ്റെ പേരിലൊക്കെ അവരെയൊക്കെ പേരെടുത്ത് പറഞ്ഞുകൊണ്ട് ഈ കപടവിശ്വാസികളെയോ അല്ലെങ്കിൽ മറുപക്ഷത്തുണ്ടായിരുന്ന ആളുകളെയൊക്കെ പേരെടുത്ത് പറഞ്ഞുകൊണ്ട് മുഹമ്മദ് അവർക്കെതിരെ ശാപപ്രാർത്ഥന നടത്തി, നെലിംവിളിയും കൂടി. ആ സന്ദർഭത്തിൽ അതിനെതിരായിട്ട് അള്ളാഹു മുഹമ്മദിലൂടെ തന്നെ ആയത്തിറക്കി എന്നൊക്കെയാണ് വ്യാഖ്യാനങ്ങളിൽ പറയുന്നത്. രണ്ടാമത്തെ കാരണമായിട്ട് പറയുന്നത്, മുഹമ്മദ് തൻ്റെ കൂടെ നിന്നവരെ രക്ഷിക്കണേ എന്നും തൻ്റെ കൂടെ നിൽക്കാതെ പോയവരെ ശിക്ഷിക്കണേ എന്നും പറഞ്ഞുകൊണ്ടും ശത്രുക്കളെ സൃഷ്ടിക്കണേ എന്ന് പറഞ്ഞുകൊണ്ടും ഈ ഉഹുദ് യുദ്ധത്തിൻ്റെ സന്ദർഭത്തിൽ വാവിട്ട് കരയുകയും പ്രാർത്ഥന നടത്തുകയും ശാപപ്രാർത്ഥന നടത്തുകയും ചെയ്തു എന്നാണ്. ആ പ്രാർത്ഥനയ്ക്ക് ശേഷം അതിൻ്റെ ഒന്നും ആവശ്യമില്ല, അള്ളാഹു തീരുമാനിച്ചവർക്ക് മാപ്പ് കൊടുക്കും, അള്ളാഹു തീരുമാനിച്ചവരെ ശിക്ഷിച്ചും, അവരക്രമികളാണ് എന്ന് പറഞ്ഞുകൊണ്ട് മുഹമ്മദിൻ്റെ കൂടെ മുഹമ്മദിനെ ചതിച്ച ആളുകളെയോ അതല്ലെങ്കിൽ ശത്രുപക്ഷത്തുള്ള ആളുകളെയോ അക്രമികൾ എന്ന് വിശേഷിപ്പിച്ചുകൊണ്ട് മുഹമ്മദിൻ്റെ ശാപപ്രാർത്ഥനയ്ക്ക് എതിരായി അള്ളാഹു തന്നെ പ്രതികരിച്ചതാണ് എന്നാണ് ഒരു കൂട്ടരുടെ വ്യാഖ്യാനം. മറ്റൊന്ന്, ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ തന്നെ കപടവിശ്വാസികൾ എന്ന് മുഹമ്മദ് ധരിച്ചിരുന്ന ആളുകൾ, അതായത് മുഹമ്മദ് തന്നെ തൻ്റെ പിടിപ്പുകേട് കൊണ്ടുണ്ടാക്കിയ പ്രശ്നം കാരണം നമ്മൾ എന്താണ് ചെയ്യേണ്ടതെന്ന് അഭിപ്രായം ചോദിക്കുകയും അതിലൊരു കൂട്ടർ നമ്മൾ മദീനെ തന്നെ നിന്നാൽ മതി, ഇങ്ങോട്ട് വരുമ്പോൾ ആക്രമിച്ചാൽ മതി എന്ന് അഭിപ്രായം പറയുകയും വേറൊരു കൂട്ടരല്ല നമുക്ക് ഇറങ്ങിപ്പോകാം, എന്നിട്ട് വഴിയിൽ വെച്ച് ചെയ്യാം എന്ന അഭിപ്രായം പറയുകയും മുഹമ്മദ് പോകാമെന്നവരുടെ കൂട്ടത്തിൽ കൂടുകയും മദീനയിൽ നിൽക്കാമെന്ന് പറഞ്ഞവരുടെ അഭിപ്രായത്തെ മാനിക്കാതിരിക്കുകയും ചെയ്തപ്പോൾ ആ അഭിപ്രായം പറഞ്ഞ ആളുകൾ പിന്തിരിഞ്ഞു പോയി. അവരെ മുഹമ്മദ് പിന്നെ കപടവിശ്വാസികൾ എന്ന് പറഞ്ഞ് ചീത്ത പറയുന്നതാണ്. അങ്ങനെ അവർക്കെതിരായിട്ട് ശാപപ്രാർത്ഥന നടത്തി, അവരെ നശിപ്പിക്കണേ എന്ന് പറഞ്ഞിട്ട് പ്രാർത്ഥിച്ചു. പക്ഷേ അത് പിന്നെ അബദ്ധമായി എന്ന് മുഹമ്മദിന് തന്നെ തോന്നിയപ്പോൾ അത് തിരുത്താൻ വേണ്ടി മുഹമ്മദ് നടത്തിയ നാടകമാണ് അള്ളാഹു മുഹമ്മദിനെ ചീത്ത പറയുന്നതായിട്ടുള്ള ഈ വാക്യം. ഇതാണ് ഇതിൻ്റെ സന്ദർഭമായിട്ട് മനസ്സിലാവുന്നത്. 129 ആകാശങ്ങളിലും ഭൂമിയിലുമുള്ളതെല്ലാം അള്ളാഹുവിൻ്റേതാകുന്നു. അവൻ ഉദ്ദേശിക്കുന്നവർക്ക് പുറത്തു കൊടുക്കുകയും അവൻ ഉദ്ദേശിക്കുന്നവരെ ശിക്ഷിക്കുകയും ചെയ്യും. അള്ളാഹു വളരെ പൊറുക്കുന്നവനും കരുണാനിധിയുമാകുന്നു. അത് ഇതിൻ്റെ തുടർച്ചയായിട്ടാണ്. അള്ളാഹു വേണമെന്നുണ്ടെങ്കിൽ പൊറുക്കും, അല്ലെങ്കിൽ അള്ളാഹു ശിക്ഷിക്കും. അതൊക്കെ അള്ളാഹുവിൻ്റെ ഉദ്ദേശം അനുസരിച്ചാണ്. അവൻ ഉദ്ദേശിക്കുന്നവരെ ശിക്ഷിക്കും, ഉദ്ദേശിക്കുന്നവരെ രക്ഷിക്കും എന്നൊക്കെ പറഞ്ഞുകൊണ്ട് തലയിലെഴുത്ത് പറയാണ്. മുഹമ്മദ് ഏതെല്ലാം സന്ദർഭത്തിൽ ആശയപരമായി പ്രതിസന്ധിയിലായിട്ടുണ്ടോ അപ്പോഴൊക്കെ മുഹമ്മദ് അതിനെ ആശ്വാസം കണ്ടെത്താൻ വേണ്ടിയിട്ട് എടുത്തു വീശിയ ഒരു സാധനമാണ് ഈ അള്ളാഹുവിൻ്റെ വിധിയും തലയിലെഴുത്തും. കാരണം തലയിലെഴുത്ത് പറഞ്ഞാൽ പിന്നെ എന്തിനേയും ന്യായീകരിക്കാം. പക്ഷേ ആ പറയുന്നത് അതുവരെ പറഞ്ഞ എല്ലാ ആശയങ്ങളെയും ഈ മതത്തിൻ്റെ അടിസ്ഥാന സിദ്ധാന്തങ്ങളെയും വെട്ടിമുറിക്കുന്ന വൈരുദ്ധ്യമാണ് എന്ന കാര്യം ആലോചിച്ചില്ല. അതുകൊണ്ട് ഈ തലയിലെഴുത്ത് എന്ന് പറയുന്ന അസംബന്ധം ഈ ഖുർആനിൽ 100 കണക്കിന് സ്ഥലത്ത് ആവർത്തിച്ചിട്ടുണ്ട്. അത് തന്നെയാണ് ഇവിടെയും ആവർത്തിക്കുന്നത്. 130 വിശ്വാസികളെ, നിങ്ങൾ ഇരട്ടിയായി പലിശ തിന്നാതിരിക്കുകയും അള്ളാഹുവെ സൂക്ഷിക്കുകയും ചെയ്യുക, നിങ്ങൾ വിജയികളായേക്കാം. 131 സത്യനിഷേധികൾക്ക് ഒരുക്കി വെക്കപ്പെട്ട നരകാഗ്നിയെ നിങ്ങൾ സൂക്ഷിക്കുകയും ചെയ്യുക. 132 നിങ്ങൾ അള്ളാഹുവേയും റസൂലിനെയും അനുസരിക്കുക, നിങ്ങൾ അനുഗ്രഹീതരായേക്കാം. ഈ വാക്യങ്ങൾ ഈ ഉഹുദ് യുദ്ധത്തിൻ്റെ പശ്ചാത്തലത്തിൽ ഇറങ്ങിയെന്ന് പറയുന്ന ഈ അധ്യായത്തിലെ ഇപ്പോൾ നമ്മൾ വായിച്ചുകൊണ്ടിരിക്കുന്ന വാക്യങ്ങളുമായിട്ട് യാതൊരു ബന്ധവുമില്ലാത്തതാണ്. അത് വേറെ ഏതോ സന്ദർഭത്തിൽ പറഞ്ഞതാണ്. ഇതേ കാര്യങ്ങൾ നേരത്തെ പല അധ്യായങ്ങളിലും ഇതേപോലെ വന്നിട്ടുള്ളതുമാണ്, അതിൻ്റെ ആവർത്തനമാണ്. അപ്പോൾ ഇത് ഈ ക്രമത്തിൽ പെടാത്ത ഇത്തരം കാര്യങ്ങൾ ഇതിൻ്റെ ഇടയിൽ കൊണ്ടുവന്ന് തിരികിയത്, ഇത് മുഹമ്മദ് തിരികിയതല്ല, മുഹമ്മദ് ഒന്നിച്ചിറക്കിയതല്ല, അള്ളാഹു ആയത്തിറക്കിയപ്പോൾ ഇത് ഇങ്ങനെ ഇറക്കിയതുമല്ല. പക്ഷേ ഖുർആൻ ക്രോഡീകരിച്ചപ്പോൾ എവിടൊക്കെ എന്തൊക്കെ കുത്തിത്തിരികണം എന്നറിയാതെ ഒരേ സാധനങ്ങൾ പലയിടത്തും തിരികിയതിൻ്റെ കൂട്ടത്തിൽ നേരത്തെ പല അധ്യായങ്ങളിലും വന്ന ഇതേ കാര്യങ്ങൾ ഇവിടെയും കൊണ്ടുവന്ന് തിരികിയതാണ്. കാരണം ഒരേ വാക്യങ്ങൾ പല സ്ഥലത്ത് ഓലമ്മലും കല്ലുമ്മലും തോലുമ്മലും എല്ലുമ്മലും ഒക്കെ ആയിട്ട് എഴുതി വെച്ചിരുന്നു. അതെല്ലാം വാരിക്കൂട്ടി കൊണ്ടുവന്നിട്ടാണ് ഖുർആൻ ക്രോഡീകരിക്കുന്നത്. അപ്പോൾ ഒരേ സാധനം തന്നെ പലവട്ടം ഇതിനകത്ത് ഉൾപ്പെടുത്തി.
അങ്ങനെ ഒരു കാര്യം തന്നെ അതേപടി ഒരു മാറ്റവും ഇല്ലാതെ പല അധ്യായങ്ങളിലും ആസ്ഥാനത്ത് കൊണ്ടുവന്ന് തിരികെ ചേർത്തു. ഇത് ഖുർആൻ്റെ ക്രോഡീകരണത്തിൽ പിടിപ്പുകേടിൽപ്പെട്ടതാണ്. ഇങ്ങനെയുള്ള ബന്ധമില്ലാതെ ഉള്ളിൽ പലതും ഇടക്ക് തിരികെ കയറ്റുക എന്നുള്ള പരിപാടി. ഇവിടെ പലിശയുടെ കാര്യം പറഞ്ഞുകൊണ്ട് വരികയാണ്. ഇവിടെ ഇപ്പോൾ പലിശയുടെ കാര്യം എന്നല്ല, ഉഹുദ് യുദ്ധത്തിൽ തോറ്റതിൻ്റെ ന്യായം പറഞ്ഞുകൊണ്ടിരിക്കുന്നതിൻ്റെ ഇടയിൽ ഇരട്ടി പലിശ വാങ്ങുന്നത് തിന്നാതിരിക്കുക, അള്ളാഹുവെ സൂക്ഷിക്കുകയും ചെയ്യുക എന്നും പറഞ്ഞുകൊണ്ട് വരുന്നത്. ഇത് നേരത്തെ നമ്മൾ ചർച്ച ചെയ്ത വിഷയമാണ്. അൽ ബക്കറ സൂറത്തിലൊക്കെ വന്നിട്ടുള്ള കാര്യമാണ്. ഈ ഇരട്ടി പലിശ വാങ്ങുക എന്ന് പറഞ്ഞാൽ അന്ന് മക്കയിൽ ജൂതന്മാരുടെ ഇടയിലൊക്കെ ഉണ്ടായിരുന്ന ഒരു സമ്പ്രദായമാണ്. കാരണം കടം വാങ്ങിയിട്ട് പറഞ്ഞ അവധിക്ക് കൊടുക്കാൻ കഴിയില്ലെങ്കിൽ അവധി നീട്ടിക്കൊടുക്കും. പക്ഷേ അവധി നീട്ടിക്കൊടുത്താൽ പലിശ അതുപോലെ ഇരട്ടിയാക്കും. അങ്ങനെ പലിശ വാങ്ങിയിരുന്ന ആൾക്കാർ, ജൂതന്മാരും അതുപോലെ ചില ആൾക്കാരും ഉണ്ടായിരുന്നു. അവരുടെ ഈ ഇരട്ടിപ്പലിശ കാരണം പാപ്പരായ കുറച്ച് ആൾക്കാരുണ്ടായിരുന്നു. മുഹമ്മദ് നബിയുടെ കൂടിയ ആൾക്കാർ അത്തരം സന്ദർഭങ്ങളിൽ വന്ന് പരാതി പറഞ്ഞപ്പോൾ അങ്ങനെ പലിശ വാങ്ങുന്നതിനെതിരായിട്ട് മുഹമ്മദ് ആയത്തിറക്കിയതാണ്. ഇത് ഈ സന്ദർഭവുമായിട്ട് യാതൊരു ബന്ധവും ഇല്ലാത്ത കാര്യമാണ്. അതിൻ്റെ ബാക്കിയാണ് ഈ പറഞ്ഞത്. ഒരുക്കി വെക്കപ്പെട്ട നരകാഗ്നിയെ നിങ്ങൾ സൂക്ഷിക്കുക, നിങ്ങൾ അല്ലാഹുവിനെ റസൂലിനെ അനുസരിക്കുക, നിങ്ങൾ അനുഗ്രഹീതരായേക്കാം. ഇതൊക്കെ വേറെ ഏതോ വിഷയം വേറെ ഏതോ സന്ദർഭത്തിൽ പറഞ്ഞത് ആവർത്തിച്ച് ഇവിടെ തിരികെ കയറ്റിയത്. 133 നിങ്ങളുടെ രക്ഷിതാവിങ്കൽ നിന്നുള്ള പാപമോചനവും ആകാശഭൂമികളോളം വിശാലമായ സ്വർഗവും നേടിയെടുക്കാൻ നിങ്ങൾ ധൃതിപ്പെട്ട് മുന്നേറുക. ധർമ്മനിഷ്ഠ പാലിക്കുന്നവർക്ക് വേണ്ടി ഒരുക്കപ്പെട്ടതത്രേ അത്. വീണ്ടും ഉഹുദ് യുദ്ധത്തിൻ്റെ സന്ദർഭത്തിലേക്ക് തന്നെ വരികയാണ്. ഉഹുദ് യുദ്ധത്തിന് പുറപ്പെടുമ്പോൾ സ്വന്തം അനുയായികളെ സ്വർഗം പറഞ്ഞ് പ്രലോഭിപ്പിച്ചുകൊണ്ട് യുദ്ധത്തിന് അവരെ സന്നദ്ധരാക്കുക എന്ന തന്ത്രമാണ് ഇവിടെ ഉപയോഗിക്കുന്നത്. ഇത് ഉഹുദ് യുദ്ധത്തിൻ്റെ സന്ദർഭത്തിൽ അവരെ പിരികേറ്റാൻ വേണ്ടി പറഞ്ഞതാവാനാണ് സാധ്യത. നിങ്ങളുടെ രക്ഷിതാവിങ്കിൽ നിന്നുള്ള പാപമോചനവും ആകാശഭൂമികളോളം വിശാലമായ സ്വർഗവും നേടിയെടുക്കാൻ നിങ്ങൾ ധൃതിപ്പെട്ട് മുന്നേറുക. ധർമ്മനിഷ്ഠ പാലിക്കുന്നവർക്ക് വേണ്ടി ഒരുക്കപ്പെട്ടതാണ് ആ സ്വർഗം. സ്വർഗത്തിൻ്റെ വീതിയ വിശാലതയാണ് ഇവിടെ പറഞ്ഞത്. ആകാശവും ഭൂമിയും ചേർന്ന് അത്ര വിശാലമാണ് സ്വർഗം. എന്തിനാണ് 70,000 പേര് മാത്രം കിടക്കാൻ ഉണ്ടാക്കിയ സ്വർഗത്തിന് ആകാശവും ഭൂമിയോളൊക്കെ വലിപ്പം എന്നുള്ളത് മനസ്സിലാവുന്നില്ല. 70,000 പേർക്കുള്ള ഒരു സ്വർഗത്തിൽ പറഞ്ഞ വിഭവങ്ങളൊക്കെ ഒരുക്കി ഉണ്ടാക്കാൻ പരമാവധി ഒരു മലപ്പുറം ജില്ലേൻ്റെ വലിപ്പമുള്ള ഒരു സ്ഥലം മതി. അവിടെയാണ് ഇവിടെ ആകാശവും ഭൂമിയൊക്കെ പോടെ കൂട്ടി അത്ര വലിയ സ്വർഗം ഉണ്ടാക്കി വെച്ചു എന്നൊക്കെ പറഞ്ഞിട്ട് ഈ തള്ളുന്നത്. 134 സന്തോഷാവസ്ഥയിലും വിഷമാവസ്ഥയിലും ദാനധർമ്മങ്ങൾ ചെയ്യുകയും കോപം ഒതുക്കി വെക്കുകയും മനുഷ്യർക്ക് മാപ്പ് നൽകുകയും ചെയ്യുന്നവർക്ക് വേണ്ടി സൽക്കർമ്മകാരികളെ അള്ളാഹു സ്നേഹിക്കുന്നു. അപ്പോൾ സ്വർഗത്തിലേക്ക് കൊണ്ടുപോകാനുള്ള ആൾക്കാരുടെ യോഗ്യതയാണ് ഈ പറഞ്ഞത്. സന്തോഷത്തിലും വിഷമത്തിലും ദാനധർമ്മങ്ങൾ ചെയ്യുകയും കോപം ഒതുക്കി വെക്കുകയും മനുഷ്യർക്ക് മാപ്പ് നൽകുകയും ചെയ്യുന്നവർക്ക് വേണ്ടി. ഇതൊക്കെ മുഹമ്മദിൻ്റെ അനുയായികൾ യുദ്ധത്തിന് പോകുന്ന സമയത്ത് ഉണ്ടാക്കിയ പ്രശ്നങ്ങളെ മുന്നിൽ വെച്ചുകൊണ്ട് അവരുടെ കയ്യിൽ നിന്ന് അവരെ യുദ്ധത്തിന് സന്നദ്ധരാക്കി വെട്ടാനും കുത്താനും ഇറക്കാനും യുദ്ധ ഫണ്ടിലേക്ക് അവരുടെ കയ്യിലുള്ള പൈസ അടിച്ചു മാറ്റാനും അവർക്കിടയിലുണ്ടായ പ്രശ്നങ്ങൾ പരിഹരിക്കാനും അതുവഴി അവരെ തൻ്റെ നിയന്ത്രണത്തിൽ കൊണ്ടുവരാനും വേണ്ടിയിട്ട് മുഹമ്മദ് വയ്ക്കുന്ന ഉഡായിപ്പുകളാണ്. സ്വർഗം പറഞ്ഞുകൊണ്ടും സ്വർഗത്തിൻ്റെ അവകാശികൾക്കുണ്ടായിരിക്കേണ്ട ഗുണങ്ങൾ ഇന്നതൊക്കെയാണ് എന്ന് പറഞ്ഞുകൊണ്ടുള്ള ഇത്തരത്തിലുള്ള വാചകമണികൾ. അടുത്ത വാക്യം നല്ല തമാശയുള്ള ഒരു വാക്യവും സന്ദർഭവുമാണ്. അത് അടുത്ത ക്ലാസ്സിൽ നമുക്ക് രസകരമായിട്ട് വിശദീകരിച്ച് പോകാം.